മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത ആദിലയും നൂറയും ക്ഷണിക്കാതെ വന്ന അതിഥികൾ എന്ന ഫൈസലിന്റെ പരാമർശം വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ ഈ വിവാദങ്ങളിൽ ആദിലയും നൂറയും പ്രതികരിച്ചത്, ഞങ്ങളെ ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇൻഫ്ലുവൻസർ ആയിട്ടോ ക്യാഷിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായ ക്ഷണം ലഭിച്ചതിനാലാണ് ഞങ്ങൾ പോയത്. ആ പരിപാടിയിൽ എല്ലാവരും ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ പേരുകൾ വിളിച്ചു, ഫോട്ടോ എടുത്തു. ആത്മാർത്ഥമായ ആതിഥ്യ മര്യാദകളോടെയാണ് ഞങ്ങളോട് എല്ലാവരും അവിടെ പെരുമാറിയത്. ഞങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണെന്നോ ഞങ്ങൾ ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചനയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫൈസലും ആദിലയും നൂറയും ഒരുമിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോൾ മതതീവ്രവാദികൾ രംഗത്തെത്തുകയും ഫൈസലിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ മതതീവ്രവാദികളെ സന്തോഷിപ്പിക്കാനായി ആദിലയും നൂറയും ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് തന്റെ അറിവോടെ അല്ലെന്നും പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസൽ കുറിച്ചത്. അതേസമയം ബിഗ് ബോസ് സീസൺ 7 വലിയൊരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്ത ഈ ലെസ്ബിയൻ കപ്പിളിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ച നടപടിയെ അങ്ങനെ തള്ളിക്കളയുവാൻ അവരെ ഇഷ്ടപ്പെടുന്നവർ തയ്യാറായില്ല. അതോടെ ഫൈസൽ എയറിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനു പിന്നാലെ പുതിയ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫൈസൽ. ആദിലയെയും നൂറയെയും സംബന്ധിച്ച വിഷയത്തിൽ കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഫൈസൽ വ്യക്തമാക്കുന്നു. അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും അവരുടെ സ്വാതന്ത്ര്യവും അവകാശവും പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നും അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്നും ഫൈസൽ ആവശ്യപ്പെടുന്നത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും വിനീതമായി അപേക്ഷിക്കുന്നു എന്നും ഫൈസൽ കുറിക്കുന്നു. ഇങ്ങനെ മാറ്റിയും മറിച്ചും ക്ഷമാപണം നടത്തുന്ന ഫൈസലിന്റെ സ്ഥാപനമാണ് പാകിസ്ഥാനി ഇൻഫ്ലുവൻസറെ കൊണ്ട് ബർമിംഗ്ഹാം ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനെതിരെ ശബ്ദമുയർന്നപ്പോൾ കോടതിയെ സമീപിച്ച് തങ്ങളെ പാകിസ്ഥാൻ അനുഭാവി എന്ന് വിളിക്കുന്ന എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യാനുള്ള ഉത്തരവ് നേടിയെടുക്കുകയാണ് ചെയ്തത്.